നമസ്കാരം. പേരെന്തായിരുന്നു? അഞ്ജന കേസ്. ഒരു പാട്ട് പാടാൻ പറ്റുമോ? ആരോ വിരൽ മീട്ടി മനസ്സിൻ മൺവീണയിൽ ഏതോ മിഴിനീരിൻ ശ്രുതി മീട്ടുന്നു മൂകം തളരും തണവോടെ ഇടറും മനമോടെ വിടവാങ്ങുന്ന സന്ധ്യേ വിരഹാർദ്രയായ സന്ധ്യേ. നമസ്കാരം. നമസ്കാരം. പേരെന്തായിരുന്നു? പേര് നിധി കെ പി. ഇങ്ങോട്ട് നേരെ. നിധി കെ പി. ഏതായിരുന്നു? ഏത് വിഭാഗത്തിലാണ് പങ്കെടുത്തത്? സബ് ജൂനിയറില് മോഹിനിയാട്ടം, നാടോടി നൃത്തം. ഒരു പാട്ട് പാടി. അറിയോ പാട്ട്? ഇങ്ങോട്ട് നേരെ നോക്ക്. മൈക്ക് അവളുടെ കയ്യിൽ കൊടുക്കണ്ട. നേരെ നോക്ക്. അവള് മൈക്ക് മാത്രം ശ്രദ്ധിച്ചു നോക്ക്. ഇങ്ങോട്ട്. La mando la redo la do la redo la redo la redo la haido la dildo la mando la redo la lagajane nagajaniya ginjani nagajaniya bujaniya ginjani tu aatjaniya lakjane nagajaniya ginjani nagajaniya baat me guru महंगे में पाए लो बांध में घुंघरू महंगे में पाए ओ छूंगी नाचूंगी घूमूंगी नाचूंगी डोला रे डोला हाय डोला दिल डोला मन डोला रे डोला रे डोला हाय डोला दिल डोला मन डोला रे डोला. നമസ്കാരം. നമസ്കാരം. പേരെന്തായിരുന്നു? ഗൗരി. സുരേഷ് ഗോപിയുടെ കയ്യിൽ നിന്ന് ഒരു ഗിഫ്റ്റ് കിട്ടിയില്ലേ? കിട്ടി. സന്തോഷമായോ? ഓ, ഭയങ്കര സന്തോഷം. കലോത്സവത്തിൽ ഏത് വിഭാഗത്തിലാണ് പങ്കെടുത്തത്? ഞങ്ങൾ HS തിരുവാതിരയായിരുന്നു. എ ഗ്രേഡ് ആയിരുന്നു. സ്റ്റേറ്റ് എ ഗ്രേഡ് കിട്ടി. ഇനി അടുത്ത പ്ലാനിങ് എന്താ? എക്സാം മോഡൽസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം എന്തെങ്കിലും പറഞ്ഞിരുന്നോ? ഞാൻ എന്റെ ബർത്ത്ഡേ ആയിരുന്നു, അപ്പൊ അദ്ദേഹം ഗോഡ് ബ്ലെസ് യു എന്ന് പറഞ്ഞു. അപ്പൊ ഭയങ്കര ഹാപ്പിയാണ്. ഗൗരി. എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ ആയിരുന്നു. ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത സമയത്ത്, തിരുവാതിരയിൽ പങ്കെടുത്ത സമയത്ത് എത്രത്തോളം ഉണ്ടായിരുന്നു? ആ സമയത്ത് ടെൻഷൻ എങ്ങനെയായിരുന്നു? ശരിക്കും ടെൻഷനായിരുന്നു. കാരണം ഇങ്ങനെ എല്ലാവർക്കും എ ഗ്രേഡ് കിട്ടുമായിരുന്നു. അങ്ങനത്തെ ഒന്നുമില്ല, ഭയങ്കര ടൈറ്റ് കോമ്പറ്റീഷൻ ആയിരുന്നു. ഡിസ്ട്രിക്ട് തന്നെ. അപ്പൊ അതുകൊണ്ട് തിരുവാതിരയ്ക്ക് അത്യാവശ്യം നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ കഥാപ്രസംഗം അതേപോലെ തന്നെ ബാക്ക് സ്റ്റേജിൽ ഇരുന്നപ്പോ അസലായിട്ട് ടെൻഷൻ അടിക്കണ്ടായിരുന്നു. കഥാപ്രസംഗത്തിൽ എന്തായിരുന്നു? കഥാപ്രസംഗത്തിൽ മെയിൻ ഞാനാ പറഞ്ഞോണ്ടിരുന്നേ, അവതാരിക ഞാനായിരുന്നു. ഉണ്ടായിരുന്നു. ഗൗരി. സുരേഷ് ഗോപിയുടെ കയ്യിൽ നിന്ന് ഒരു ഗിഫ്റ്റ് കിട്ടില്ലേ? സന്തോഷമായോ? നല്ല സന്തോഷമുണ്ട്. എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല സപ്പോർട്ടായിരുന്നു എല്ലാ ടീച്ചേഴ്സും. കാർമൽ ഹയർ സെക്കൻഡറി സ്കൂൾ, ചാലക്കുടി. കാർമൽ. സ്നേഹ. എങ്ങനെയുണ്ടായിരുന്നു? എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? നല്ല രസമുണ്ടായിരുന്നു. ആള് നന്നായി വരട്ടെ എന്ന് പറഞ്ഞു. രണ്ടായിരത്തോളം ഉണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു. നിങ്ങൾ എന്തായിരുന്നു? ഏത് വിഭാഗം? ഞാൻ ഇൻഡിവിജ്വൽ ഹൈസ്കൂള് ചാക്യാർകൂത്ത്. അതെ. സഞ്ജയ്. കഥാപ്രസംഗം. സുരേഷ് ഗോപിയിലും പറഞ്ഞോ? പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. സെൽഫി എടുക്കുന്നുണ്ടായിരുന്നു? എടുക്കണ്ടേ. പിന്നെ കിട്ടി. ഗൗരി. ദേവകൃഷ്ണ. ഏതായിരുന്നു വിഭാഗം? കഥാപ്രസംഗം. ഒരുമിച്ച് കഥാപ്രസംഗം. അല്ല, ഞാൻ ഹയർ സെക്കൻഡറി. ദീപ്തി. അടിപൊളിയായിരുന്നു. സുരേഷ് ഗോപി സാറിന് ആദ്യമായിട്ടാണോ? അതെ, നേരിട്ട്. നമസ്കാരം. നന്ദന. ഏതാണ് വിഭാഗം? ഏതാണ്? ഞങ്ങൾ ഗ്രൂപ്പ് ഡാൻസ് ആയിരുന്നു. ഏത് സ്കൂളാ? SN നാട്ടിക. സംസ്ഥാന തലത്തില് എ ഗ്രേഡ് ആയിരുന്നു? എ ഗ്രേഡ് ആയിരുന്നു.
എ ഗ്രേഡ് ആണ്. ഈ സുരേഷ് ഗോപിയുടെ കയ്യിൽ നിന്നൊരു സമ്മാനം കിട്ടിയിരുന്നോ? കിട്ടി. ആള് നന്നായി കളിച്ചു കഴിഞ്ഞ് ഇവളെ അടുത്ത് കവളൊക്കെ തൊട്ട്. അല്ല, നമ്മള് മുന്നേ ഒരു വെൽക്കം ഡാൻസ് കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ പ്രോഗ്രാമിന്റെ തുടക്കം. അപ്പൊ അതും അടിപൊളിയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് സാറിന് ഒത്തിരി ഇഷ്ടമായി. എല്ലാരും പറഞ്ഞു നന്നായിരുന്നു. എല്ലാരും അമ്മമാരും വന്നിട്ടൊക്കെ ഉണ്ട്. എന്റെ പേര് ശ്രീലക്ഷ്മി. ഞങ്ങള് +2 +1 എല്ലാരും. കുറച്ച് പേര് +2, കുറച്ച് പേര് +1 അങ്ങനെ ഉണ്ട്. ആവണി നാട്ടിക. സുരേഷ് ഗോപി എന്താ പറഞ്ഞു? എത്ര നാളായി ഇത് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയിട്ട്? ഒരു 4-5 വർഷമായി. 5 മാസം കൊണ്ട് നിങ്ങൾ ഓക്കെ? ദേവിനന്ദൻ നാട്ടിക. നിങ്ങൾ സ്കൂളിലെ പേര് പറഞ്ഞു. SM ടെസ്റ്റ്. ഇപ്പോ സുരേഷ് ഗോപി നിങ്ങളോടെല്ലാം പറഞ്ഞു? നന്നായി കളിച്ചെന്ന് പറഞ്ഞ എല്ലാരോടും പറഞ്ഞു. എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ടായിരുന്നു? നല്ലായിരുന്നു. നിങ്ങൾ എങ്ങനെയുണ്ടായിരുന്നു? എന്റെ ദേവികൃഷ്ണൻ. എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? നല്ലതായിരുന്നു. നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നോ? എ ഗ്രേഡ് പ്രതീക്ഷിച്ചിരുന്നോ? ഉണ്ട്. സ്കൂളിലെ മറ്റുള്ള വേറെ ഏതെങ്കിലും കുട്ടികൾക്ക് എ ഗ്രേഡ് കിട്ടിയിരുന്നു? വേറെ ഗിറ്റാർ പോയിട്ടുണ്ട്. ദുർഗ. ഇതില് നമ്മൾ എ ഗ്രേഡ് കിട്ടിയതിന് ശേഷം സ്കൂളിലേക്ക് ചെന്നല്ലോ, എന്തായിരുന്നു പ്രതികരണം? എന്തായിരുന്നു എല്ലാവരും നല്ല പ്രതികരണം. സ്വീകരണം കിട്ടിയിരുന്നു? കിട്ടിയിരുന്നു. പേരെന്തായിരുന്നു? അവനി. ഇതിലെ ഏറ്റവും പ്രധാനമായിട്ട് സുരേഷ് ഗോപിയെ കണ്ട സമയത്ത് എന്താണ് തോന്നിയത്? എന്താണ് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ഈ ഒരു സമ്മാനം വാങ്ങിച്ചപ്പോ? നല്ല സന്തോഷമായിരുന്നു. നേരിട്ട് കാണാൻ പറ്റിയതില് നല്ല സന്തോഷം. ഇതുവരെ കണ്ടിട്ടില്ല. അതെ, ഞാൻ ആദ്യമായിട്ടാണ്. മുന്നേ ഞങ്ങളിപ്പോ NSSന്റെ പ്രോഗ്രാം ഒക്കെ ഉണ്ടായിട്ട് സാറിന്റെ മുന്നിൽ ഡാൻസ് കളിച്ചിട്ടൊക്കെ ഉണ്ട് ഞാൻ. അപ്പൊ അങ്ങനെ കണ്ടിട്ടൊക്കെ ഉണ്ട്. നമസ്കാരം. കുഞ്ഞുലക്ഷ്മി. എന്തായിരുന്നു വിഭാഗം? കൂടിയാട്ടം. വിവേകോദയം ബോയ്സ്. എന്തായിരുന്നു ഈ ഒരു വിജയത്തിലെ പ്രത്യേകത? എന്തായിരുന്നു ആ സാഹചര്യം എന്ന് പറയാൻ പറ്റും? സാഹചര്യം, ഞങ്ങള് ഡിസ്ട്രിക്റ്റിൽ നിന്ന് തടയപ്പെട്ടു. ലൈക്ക് സെക്കൻഡ് ആയിരുന്നു നിൽക്കണ്ടായിരുന്നെ. ഞങ്ങൾ അപ്പീല് പോയി. എന്നിട്ട് അവര് ഡിസ്ട്രിക്റ്റിൽ ഫസ്റ്റ് കൊടുത്ത ടീമിനെ കാട്ടിയും 2 മാർക്ക് അവരെ കാട്ടി കയറിയിരുന്നു. അത് മെയിൻലി ഞങ്ങളുടെ ടീമിന്റെ വർക്ക് തന്നെയാണ്. ഞങ്ങളുടെ കോർഡിനേഷൻ, ആ ഒരു യൂണിറ്റി, അത് തന്നെയാണ് മെയിൻലി വിജയത്തേക്ക് നയിക്കാനുള്ള കാരണം. ശരി, താങ്ക് യു. വളരെ നല്ലതായിരുന്നു. ഞങ്ങള് അവസാന നിമിഷത്തിൽ രൂപീകരിക്കപ്പെട്ട ഒരു ടീമായിരുന്നു ഞങ്ങള്. എന്നാലും ലാസ്റ്റ് മിനിറ്റിലെ പ്രാക്ടീസിലും ഞങ്ങൾ കയറി, ഞങ്ങൾ സ്റ്റേറ്റ് എത്തി. ഞങ്ങളിപ്പോ A ഗ്രേഡ് മേടിച്ചതായി ഇപ്പൊ ഇവിടെ നിക്കണു. ശിഖ. സന്തോഷം. ഇപ്പൊ പറഞ്ഞ പോലെ, അതായത് ഡിസ്ട്രിക്റ്റില് പോയിട്ട് സെക്കൻഡ് കിട്ടിയിട്ട് പിന്നെ സ്റ്റേറ്റിൽ പോയി അവരെക്കാട്ടിലും കൂടുതൽ മാർക്ക് കിട്ടിയതാണ്. പിന്നെ ആദ്യമായിട്ട് പോയിട്ട് കിട്ടുന്ന ഒരു സന്തോഷം. അതെ അതെ. നികേത. പാർവതി. എക്സ്പീരിയൻസ് ഇതുപോലെ തന്നെ. നമ്മൾ വിചാരിച്ചില്ല, പ്രതീക്ഷ. വിഷമണ്ടായിരുന്നു. നല്ല രീതിയിൽ ഡിസ്ട്രിക്റ്റിൽ കിട്ടാണ്ടായപ്പോ പിന്നെ സ്റ്റേറ്റ് പോയപ്പോ അവരെയൊക്കെ കൂടുതൽ മാർക്ക് കിട്ടിയപ്പോ ഭയങ്കര പ്രൗഡ് മൂമെന്റ് ആയിരുന്നു. എല്ലാരും ഞെട്ടിച്ചു. നല്ല തന്നെയായിരുന്നു. ഞങ്ങളൊട്ടും പ്രതീക്ഷിച്ചില്ല. പക്ഷെ ഞങ്ങൾ അപ്പീൽ വഴി കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് ആയിട്ടാണ് ഞങ്ങൾക്ക് ഒരു ടീം തന്നെ സെറ്റായി. ഭയങ്കര സന്തോഷമുണ്ട് ഇവിടെ വരെ എത്തിയതിൽ. അവനി നന്ദ. അടിപൊളിയായിരുന്നു. എല്ലാവരും നല്ല സെറ്റ് ടീമാണ്, കുഴപ്പമില്ല. അപ്പൊ നന്നായി പോയി. മീൻസ് സ്കൂളില് ടീച്ചേഴ്സ് ഒക്കെ സപ്പോർട്ടായിരുന്നു. എല്ലാ ടീച്ചേഴ്സ് സപ്പോർട്ടായിരുന്നു. എല്ലാവരും പരിഗണന മീൻസ് ഫസ്റ്റ് A ഗ്രേഡ് കിട്ടിയ ടീമല്ലേ. അപ്പൊ എന്റെ പേര് ശ്രീലേഖ. ഇതെന്റെ മോളാണ്. ഞാന് വളരെ നന്നായിരുന്നു. അവള് ഭയങ്കരമായിട്ട് അതിനുവേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ട്. 3ാമത്തെ കൊല്ലാണ് ഇപ്പൊ ആള് പോയത് സ്റ്റേറ്റില്. കഴിഞ്ഞ വർഷം ഇതേപോലെ തന്നെ അപ്പീൽ വെച്ചിട്ടാണ് ഞങ്ങൾ സ്റ്റേറ്റിലും പോയത്. എന്നിട്ട് A ഗ്രേഡ് മേടിച്ചു. ഈ വർഷം മേടിച്ചു. സന്തോഷം.